ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് സീക്രട്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പ്ലേ സ്റ്റോറിൽ ഇറങ്ങുന്ന പുതിയ ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ ഗെയിംസുകളൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ റിലീസ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ക്രോമിൽ ചെന്നതിന് ശേഷം playgoogle.com എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്രോമിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ കഴിയും. ക്രോമിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആപ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ അതിൽ ന്യൂ റിലീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പുതിയ ആപ്ലിക്കേഷൻസുകൾ പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ആയിട്ടുള്ളതെല്ലാം ലിസ്റ്റ് ആവും. ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ആയിട്ടുള്ള ന്യൂ ഫ്രീ ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ പെയ്ഡ് ആപ്ലിക്കേഷൻസുകളും എല്ലാം പുതുതായിട്ട് ലോഞ്ച് ആയിട്ടുള്ളത് മാത്രമായിട്ട് നമുക്ക് ലിസ്റ്റ് ആവും. അതിൽ നിന്ന് നമുക്ക് പുതിയതായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പ്ലേ സ്റ്റോർ സപ്പോർട്ട് ആവാത്ത ഫോണുകളിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ക്രോം വഴി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ കഴിയും. ക്രോം ബ്രൗസർ ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ നമ്മൾ അറിയാതെ വല്ല അലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ചറപറാന്നങ്ങ് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ക്രോം ബ്രൗസറിൻ്റെ സെറ്റിങ്സിൽ പോയതിനു ശേഷം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യണം. ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് അത് ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്രോമിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് വരത്തില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഏത് ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാനും ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് imgbb.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നൊരു ലിങ്ക് ലഭിക്കും. ആ ഒരു ലിങ്ക് വഴി മറ്റുള്ളവർക്ക് ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാൻ പറ്റും. എത്ര ടൈം വരെ ആ ഒരു ലിങ്ക് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്തിടാൻ പറ്റും. ഷെയർ ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഡിലീറ്റ് ഇമേജ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എത്ര സമയം വരെ ഈ ഒരു ഫോട്ടോ സൂക്ഷിക്കണമെന്ന് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഫോട്ടോയുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാം. വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്യുന്ന ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകിയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു ലിങ്ക് വർക്ക് ആവത്തില്ല. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു ടൈം വരെ ആയിരിക്കും ആ ഒരു വെബ്സൈറ്റിൽ ആ ഫോട്ടോ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വർക്കാവുന്നത്. ക്രോമിൽ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 18+ ആഡ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ക്രോമിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട്. ക്രോമിൽ 3 ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം സൈറ്റ് സെറ്റിങ്സിൽ ആഡ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യണം. ആഡ്സിൻ്റെ ആ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് എനേബിൾ ആയിട്ടിരിക്കുന്നതിന് ഡിസേബിൾ ചെയ്തിടണം. ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആഡ്സുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയാസിൽ വരുന്ന വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു ആപ്ലിക്കേഷൻ്റെ സഹായവും ഇല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് savefrom.net. savefrom.net എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഇതിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ വീഡിയോ ക്വാളിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാം. Robot serves COVID-19 patients in Kerala. Published by NYOOZ. A few months ago. ഏതെങ്കിലും ആർട്ടിക്കിൾ നമുക്ക് റീഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ലെങ്കിൽ അത് നമുക്ക് വോയിസ് ആയിട്ട് കേൾക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗൂഗിൾ ഗോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇതിൽ നമ്മൾ ഏതെങ്കിലും ആർട്ടിക്കിൾസ് ഓപ്പൺ ചെയ്തതിന് ശേഷം മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് ആയിട്ട് അത് പറയും. ഏതെങ്കിലും ബുക്സിലുള്ള ഇംഗ്ലീഷിലുള്ളത് നമുക്കത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഒരു കാര്യം നമുക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കത് വോയിസ് ആയിട്ട് കേൾക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഒരു അടിപൊളി വെബ്സൈറ്റ് പരിചയപ്പെടാം. ഗെയിം ഡെവലപ്മെൻറ്റ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, ഇതുപോലുള്ള ഒരുപാട് ഒട്ടനവധി കോഴ്സുകൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരുന്ന വെബ്സൈറ്റാണ് alison.com. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു കോഴ്സിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ കഴിയും. ഇത് ഫ്രീ ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ആർട്സൊക്കെ ഇടയിൽ വരും. ആ ഒരു ആർട്സ് നമ്മൾ സ്കിപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യണം. ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഒരുപാട് കോഴ്സുകൾ അവർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് അത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോ ട്യൂട്ടോറിയലായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. വീഡിയോ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ കഴിയും. ഗെയിം ഡെവലപ്മെൻറ്റിനുള്ള ഒരു HTML കോഴ്സാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത്. ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിരിക്കണം. കോഴ്സ് സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് ചെറിയൊരു ആഡ്സ് വരും. അപ്പോൾ നമ്മൾ ആ ഒരു ആഡ്സ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യണം. കോഴ്സിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കോഴ്സ് മനസ്സിലാക്കാൻ പറ്റും. ഫോട്ടോ റീസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോയിൽ വാട്ടർമാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും
അതുപോലുള്ള ചെറിയ ചെറിയ എഡിറ്റൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ് IMG2Go എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇമേജിൻ്റെ സൈസ് റീസൈസ് ചെയ്യാനും ഇമേജ് കൺവേർട്ട് ചെയ്ത് PDF ഫയലാക്കാനും അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഫോണിലെ പെർഫോമൻസ് സ്പീഡ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്ന ഫോണിലെ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടാൽ മതി. ആ ഒരു സെറ്റിങ്സ് ഡെവലപ്പർ ഓപ്ഷനിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡെവലപ്പർ ഓപ്ഷൻ ആദ്യം ഓൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എബൌട്ട് ഫോണിൽ പോയതിന് ശേഷം MI സെറ്റുകളിലാണെങ്കിൽ MIUI വെർഷൻ നമ്മൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം. ഇതിൽ ഈ ഒരു സെറ്റിൽ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആണ്. അപ്പോൾ നിങ്ങൾ ഫോണുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ അല്ലെങ്കിൽ എബൌട്ടിൽ പോയതിന് ശേഷം MIUI വെർഷൻ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം. മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിൽ ബിൽഡ് നമ്പറാണ് 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഡെവലപ്പർ ഓപ്ഷനിൽ പോയതിനു ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ആനിമേഷൻ സ്കെയിൽ 1-ലായിരിക്കും. അത് നമ്മൾ കുറച്ചിടുക അല്ലെങ്കിൽ ഓഫ് ചെയ്തിടുക. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, അതുപോലെ ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ മാക്സിമം അതിൽ കുറച്ചിടാൻ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുറേ കൂടെ നല്ല സ്പീഡ് ഇൻക്രീസ് ആവും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് പെർഫോമൻസ് കിട്ടും. വാട്സപ്പിൽ ഓൺലൈനിലുണ്ടെങ്കിലും ഓൺലൈൻ കാണിക്കാതിരിക്കാനുള്ള മെത്തേഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഓൺലൈൻ കാണിക്കാതിരിക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ വാട്സാപ്പ് ടൂൾ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാം. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിൽ നമ്മൾ വാട്സാപ്പിൽ ഓൺലൈനിലുണ്ടോ എന്ന് അറിയേണ്ട ആളുടെ വാട്സപ്പ് നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ ഒരു വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആൾ ഓൺലൈനിലുണ്ടോ ഇല്ലേന്ന് ഈ ഒരു വെബ്സൈറ്റ് വഴി അറിയാൻ കഴിയും. ഓൺലൈനിലാണെങ്കിൽ ഓൺലൈനെന്നോ അല്ലെങ്കിൽ ഓഫ്ലൈനാണെന്ന് കാണിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഓളിലാക്കി വയ്ക്കാൻ മറക്കരുത്. ബൈ.